വിദേശികള് കോവളത്ത് വരുന്നത് വിറ്റാമിൻ ഡി കിട്ടാനാ, പക്ഷെ കേരളീയര് കോവളത്ത് കൊണ്ട് എന്തിനാ ഇവരെ കാണാനാ. നമ്മൾ വലിയൊരു മുന്തിരിത്തോപ്പിന് പകരം ഒരു ചന്ദനത്തോപ്പ് ഉണ്ടാക്കിയേക്കാണ്. അതെ അതെ അതെ. പക്ഷെ ഈ ചന്ദനത്തോപ്പിനുള്ളിൽ കുറെ സസ്റ്റൈനബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോം. എന്തായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്? നിങ്ങൾക്ക് അറിയുന്ന ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര ഉണ്ട്? ക്രമാതീതമായിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ. എന്തുകൊണ്ടായിരിക്കും അത്? ഹെൽത്തിന്റെ പ്രശ്നമുള്ളത്. ഹെൽത്തിന്റെ അസുഖങ്ങൾ കൂടിയതുകൊണ്ടാണ്. മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളെ നിർമ്മിതമാണ്. ഇത് ഇത്ര പെർസെന്റേജ് ലെവലിൽ ഓരോരുത്തർക്കും ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. ടാബ്ലറ്റ് കഴിച്ചാൽ പോരാ, വെള്ളം കുടിക്കണം. 2, ഭൂമിയുമായിട്ടുള്ള ബന്ധം നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പൊ എന്താണ്? പുറത്തു പോകുമ്പോൾ ഒരു ചെരുപ്പ്, വീട്ടിൽ കയറുമ്പോൾ ഒരു ചെരുപ്പ്, ബാത്റൂമിലേക്ക് വേറെ ചെരുപ്പ്. ആകാശത്ത് കിട്ടുന്ന വിറ്റാമിൻ ഡി, സൺബാത്ത് അല്ലേ. ഇപ്പൊ കോവളത്തൊക്കെ ഒരുപാട് വിദേശീയരവിടെ വന്നിട്ട് അപ്പൊ ഞങ്ങൾ തമാശ രൂപേണ ചോദിക്കാറുണ്ട്, വിദേശികള് കോവളത്ത് വരുന്നത് വിറ്റാമിൻ ഡി കിട്ടാനാ, പക്ഷെ കേരളീയര് കോവളത്ത് കൊണ്ട് എന്തിനാ ഇവരെ കാണാനാ, അല്ലാണ്ട് അവർക്ക് സൺബാത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ അത്രത്തോളം നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ച് അവെയറല്ല. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, വർഷത്തില് ഒരു മാസം നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്, അവിടെ റൂഫ് ടോപ്പിൽ കംപ്ലീറ്റ് ഗ്രാസ് കവർ ചെയ്തുകൊണ്ടുള്ള കവർ ചെയ്തേക്കാണ്. പിന്നെ റൂഫ് ബോട്ടം ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്തേക്കാണ്. പിന്നെ ഇൻസൈഡിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇതൊക്കെ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യാനും ആരോഗ്യത്തെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു മാസം താമസിച്ചു പോരുമ്പോ എന്തായി, നമ്മളൊന്ന് എല്ലാം നമ്മുടെ സെൽസ് ഒക്കെ ഒന്നോടെ പുതുതായിട്ട് വന്നു. 2 കൊല്ലം വരെ ബാക്കിലോട്ട് പോവാം അല്ലെ. അതെ, അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് തന്നെ വിലയിരുത്തിയിട്ടുള്ളത്.